റോബിൻ ബസ് വീണ്ടും തമിഴ്നാട് RTO കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് റോഡ് ടാക്സ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും ബസ് ഉടമ ഗിരീഷ് പറഞ്ഞു. ആദ്യം ബസ് ഉടമയുടെ പ്രതികരണത്തിൽ. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിൽ കയറിയാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടെങ്കിലും അവരുടെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവർ വണ്ടി പിടിച്ചു കഴിയുമ്പം നമ്മൾ ഓൺലൈനിൽ കയറി അടയ്ക്കാൻ നോക്കിയാൽ നമ്മുടെ വണ്ടി ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. കാരണം അടയ്ക്കാൻ സാധിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത വണ്ടികൾക്ക് വേറെ ടാക്സോ ഫീസോ വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂളുമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ബാക്കി എല്ലാ സൈറ്റുകളും അടച്ചും കളഞ്ഞിട്ടുള്ളതാണ്. അത് മറികടക്കാൻ വേണ്ടി ഇവർ വേറെ കുറുക്ക് വഴികളുണ്ടാക്കി പൈസ മനുഷ്യൻ്റെ നിന്ന് പിടിച്ചു പറിക്കുക, ബസ് വാഹന ഉടമകളുടെ നിന്ന് പിടിച്ചു പറിക്കുക. ഒന്നും എടുക്കാതെ അവർ വണ്ടി ബലമായിട്ട് പിടിച്ച് അത് ഇട്ടു, ബലമായിട്ട് ഡ്രൈവറെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. ശ്രീകുമാരൻ പാലക്കാടൻ ചെയ്യുന്നു. ശ്രീജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോബിൻ ബസ് കസ്റ്റഡി കളത്തിൽ. എന്താണ് സംഭവിച്ചത്? അതായത് തമിഴ്നാട് സർക്കാർ പറയുന്നത് തമിഴ്നാട്ടിൽ പ്രവേശിക്കണമെങ്കിൽ തമിഴ്നാട്ടിലെ റോഡ് ടാക്സ് അടയ്ക്കണമെന്നാണ്. റോബിൻ ബസ് കേരളത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സമാനമായ രീതിയിൽ തമിഴ്നാടിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ പെർമിറ്റാണ്, അത് തമിഴ്നാട്ടിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമാണെന്നൊരു വാദമാണ് റോബിൻ ബസിന്റെ ഉടമ ഗിരീഷ് ഉയർത്തുന്നത്. എന്തായാലും തമിഴ്നാട് സർക്കാർ അതിന് ഒരു ഘട്ടത്തിൽ പോലും അവർ അനുകൂലിക്കുന്നില്ല. അവർ പറയുന്നത് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടുത്തെ പെർമിറ്റ് എടുത്തേ മതിയാകൂ, ഇവിടുത്തെ റോഡ് ടാക്സ് അടയ്ക്കണമെന്നാണ്. അത് അടയ്ക്കുമ്പോൾ ഇത്തരത്തിൽ ഓൺലൈനിൽ കയറി അടയ്ക്കുന്ന സമയത്ത് അത് കിട്ടുന്നില്ല, കാരണം നാഷണൽ പെർമിറ്റ് എടുത്തുകൊണ്ട് കിട്ടുന്നില്ല എന്നാണ് റോബിൻ ബസ് ഉടമ പറയുന്നത്. ഒരു സാങ്കേതിക പ്രശ്നമാണ്. എന്തായാലും തമിഴ്നാട് സർക്കാർ ഇപ്പോൾ പിഴയിട്ടിട്ടുണ്ട്. പിഴ അടയ്ക്കില്ല എന്ന നിലപാടിൽ, സ്ഥിരം നിലപാടിൽ അദ്ദേഹം ഗിരീഷ് ഉറച്ചു നിൽക്കുകയാണ്. പ്രശ്നം ചെറുതാണ്, എന്നാലും ഇത്രത്തോളം നിയമപോരാട്ടം നടത്തി നിരത്തിലോടുന്ന മറ്റൊരു ബസ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. റോബിൻ ബസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.